ഉടമസ്ഥനെ പാപ്പനെന്നും ഉടമസ്ഥയെ പാപ്പാത്തിന്നും അവർ വിളിക്കാം. ഞാൻ ഇളയമ്പ്രാൻ, താൻ ഇളയ യജമാനത്തി ഇളയമ്പ്രാട്ടി. പ്രിയപ്പെട്ട ഗീതയ്ക്കും സുബൈദയ്ക്കും, എടികളെ കഴുതകളെ, ഞാനിവിടെ ഇളയ തമ്പുരാട്ടിയാണ്, നിങ്ങളെപ്പോലെ വീട്ടുവേലക്കാരിയല്ല. എനിക്ക് ആജ്ഞാപിച്ചുകൊണ്ടിരുന്നാ മതി. ഇപ്പൊ തന്നെ നോക്കിയേ, ഒരു പണിച്ചു കൊണ്ടു തന്ന പേരയ്ക്ക ഞാൻ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുക. വയനാട്ടിലെ പേരയ്ക്കകൾക്ക് പൊള്ളുന്ന തണുപ്പാ, ഇരട്ടി മധുരവും. അവിടെ വിരൽ വണ്ണത്തിലുണ്ടാവുന്നത് ഇവിടെ തുടവണ്ണത്തിലാണ്. കൊടുത്ത് വെക്കണം കഴുതകളെ. ബാ, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. വാ. സുമിത്ര കൊച്ചേ, സുമിത്ര കൊച്ചേ, കൊച്ചേ. ഓ ആ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷമൊക്കെ ഉണ്ട്. മോളിങ്ങോട്ടിരുന്നാട്ടെ പറയാം. വേണ്ട, ഇതിച്ചിരി സ്വർണ്ണമാണ്. ഇതിവിടെ അങ്ങോട്ട് സൂക്ഷിച്ചാട്ടെ. എനിക്ക് കൊച്ചിനെ അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാണ്. എവിടുന്നാ ചേച്ചി കോളടിച്ചത്? ഓ, കോളടിച്ചതൊന്നും അല്ല മോളെ. നാട്ടിൽ ഇച്ചിരി മണ്ണുണ്ടായിരുന്നത് വിറ്റ് കിട്ടിയ കാശിന് മേടിച്ചതാ. അത് ഞാൻ അറിഞ്ഞാൽ ഇത് മുഴുവൻ വിറ്റു കുടിക്കും. ആരും അറിയാതെ എൻ്റെ ആ ചെറ്റപ്പര ഞാൻ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാനാ? അതാ. ഇത് ഒരുപാടുണ്ടല്ലോ. ഓ, ഒരുപാടൊന്നും ഇല്ല. ഒരു 5 പവൻ കാണും. എൻ്റെ ആനീസുമോടെ കല്യാണത്തിനുള്ളതാ. ആവശ്യമുള്ളപ്പം ഞാൻ വന്ന് മേടിച്ചോളാം കേട്ടോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ അവിടെ കിടന്ന് കീറി വിളിക്കും. പോട്ടെ ചേച്ചി. ഇതെവിടുന്ന് കിട്ടി ഈ വാളംപുളി? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അയ്യോ, ഇത് മീൻകറി വെക്കാനൊന്നും കൊള്ളത്തില്ല. കൊടംപുളിയാ നല്ലത്, അതിനാ സ്വാദ്. അതില്ലെങ്കിൽ മീൻകറിക്ക് ഒരു ചുണയും കൊണവും ഒന്നും കാണത്തില്ല കേട്ടോ. നോക്കട്ടെ. അയ്യേ, ഇത് മുഴുവൻ ചൊത്താന്നല്ലോ. എന്തായാലും ഞാനിതിൽ നിന്ന് 5-6 എടുക്കുക കേട്ടോ. ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാ. ആണ് തേങ്ങ കിടക്കുന്നു. ഇതിൽ നിന്നൊരു തേങ്ങയും കൂടെ അങ്ങ് എടുക്കാം, ഇല്ലയോ? അരിവറുത്ത് തേങ്ങ കൂട്ടി ഇടിച്ചതും നെയ് ചേർത്ത കട്ടൻ കാപ്പിയും കഴിച്ച് ഒരക്കുടിൽ ഞാനും നിങ്ങളും ഒരുപാടിരുന്നിട്ടുണ്ട്.
8 or 10 വർഷങ്ങൾ. പുരുഷോത്തമാ മോനെ, ഞാൻ എൻ്റെ മോനെ മോളുടെ കയ്യിൽ ഏൽപ്പിക്കാം. ചേച്ചി പേടിക്കണ്ട. പുരുഷന്റെ അച്ഛന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ചു വരും. പുരുഷന് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. മോനെ, സൂത്ര ചേച്ചിനെ ബുദ്ധിമുട്ടിക്കരുതേ. നല്ല കുട്ടിയായിരിക്കണം. അമ്മ പോയിട്ട് വേഗം വരാട്ടോ. ഇറങ്ങട്ടെ മോളെ. ശരി ചേച്ചി. വരും. പതുക്കെ. എന്തിനാ വിഷമിക്കണേ? മുഖത്ത് എണ്ണ തേക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്നോട് അതിനായി സമ്മതം ചോദിച്ചതും ട്രൗസറിന് മീതെ കൂടി തോർത്തുടിപ്പിച്ച ശേഷം ട്രൗസർ ഉള്ളിലൂടെ വലിച്ചെടുത്ത് എന്നിലെ പുരുഷനോട് നിങ്ങൾ കാട്ടിയ ആദരവും എനിക്കിഷ്ടമായി. ചെവിയുടെ തട്ടിൽ പതുക്കെ പതുക്കെ എണ്ണ കൂട്ടി തിരുമുമ്പോൾ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നൊരു മമതയും വീട്ടിയാൽ തീരാത്ത കടപ്പാടുമാണ് നിങ്ങൾ എന്നിൽ നിറച്ചത്. നഖം നീട്ടി വെച്ചിരിക്കണുണ്ടില്ലേ? പുരുഷു, കൈ നേരെ പിടിക്കൂട്ടി. വലിക്കരുത്, മുറിയും. കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ്. പശു പുല്ല് തിന്നുന്നു. ഓന് തീരെ കൊതമില്ലാത്തോണ്ടാ മാഷേ ഓൻ സ്കൂളിൽ വരാത്തത്. മടിയുണ്ടൊന്നുമല്ല. ഞങ്ങൾ പോയിട്ട് 3 ആഴ്ച കഴിഞ്ഞില്ലേ? ഓ മോളെ നന്നായി കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല ചേച്ചി. നല്ല കുട്ടിയല്ലേ പുരുഷു. വിചാരിച്ചേലും നേരത്തെ ചേച്ചി മടങ്ങിയെത്തിയത് മൂപ്പർക്ക് രസിച്ചിട്ടില്ല. അതാ കെറിയിച്ചിരിക്കണേ. വാ. പിന്നീട് ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ വീട്ടിലും അല്പസമയം മാത്രം എൻ്റെ വീട്ടിലുമായി ജീവിച്ചു. പുരുഷോത്തമൻസ് ഫാദർ died, so he could not attend the school for the last 2 weeks. I request you to allow him leave. Yours faithfully, Purushothaman's mother. അതെ, നീ ഇവിടെ നിന്നാ മതി. പണിച്ചിക്കാളിക്ക് വസൂരി ദീനമാ. കുട്ടികൾ കാണാൻ പാടില്ല. ഞാൻ വേഗം വരാട്ടോ. അവിടെ ഇരുന്നു, ഞാൻ കുളിച്ചിട്ട് വരേ. ഇത്ര തവണ കുളിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവുമൊത്തുള്ള കലഹം കഴിഞ്ഞ്, നെല്ലുകുത്ത് കഴിഞ്ഞ്, ചക്കനുറുക്ക് കഴിഞ്ഞ്, വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ്, അയൽവീട്ടിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞ് കുളിച്ച് പ്രസാദവതിയാകുമായിരുന്നു സുമിത്രേച്ചി. സുമിത്രേച്ചി, ആ
കോളേജ് കുമാരൻ എത്തിയോ? നിനക്ക് എത്ര ദിവസം അവധിയുണ്ട്? ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ആഹാ, പറ പറ പറ, എന്തൊക്കെയുണ്ട് നിന്റെ കോളേജിലെ വിശേഷങ്ങള്? പട്ടണത്തിൽ നിന്ന് നല്ല ചന്തക്കാരി പെൺകുട്ടികള് നിന്റെ ക്ലാസ്സിലുണ്ടോ? അതൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും സുമിത്രേച്ചിയുടെ അത്രയും വരില്ല. എന്താ നീ പറഞ്ഞേ? സൂചിപ്പിക്കല്ലേ. കോളേജ് കയറിയപ്പോഴത്തേക്കും വിദ്യകളൊക്കെ പഠിച്ചു അല്ലേ? അയ്യോ ഇല്ല ചേച്ചി. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. സുമിത്രേ, ഓ, നീ ഇരിക്കേ, ഞാനിപ്പോ വരാം. പുരുഷ പഴയമാതിരി ചെറിയ കുട്ടിയല്ല. അവനുമായിട്ടുള്ള നിന്റെ കെട്ടിമറിച്ച് കുറച്ച് കൂടുണ്ട്. വെറുതെ ആളുകളെ കൊണ്ട് അത് ഇതും പറയിക്കണ്ട. വാസുട്ടാ, പതുക്കെ പറയേ, അവൻ കേൾക്കും. വേണ്ടാതിനും പറയുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ. കാണിക്കാം, പറയാൻ പാടില്ല. കർത്താവേ, ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണ്ണപ്പതി സുമിത്ര എവിടെ ആയിരിക്കും വെച്ചേക്കുന്നത്? അത് അവള് അവിടെ കെട്ടിയോനടങ്ങാനും പറഞ്ഞു കാണൂ. അറിഞ്ഞിടത്തോളം നല്ല കൂട്ടരാ, പറഞ്ഞാ തരാതിരിക്കത്തില്ല. അയ്യോ, ഇനിയിപ്പൊ തന്നില്ലെങ്കിലോ? എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. കർത്താവേ, നീ തന്നെ തോണ. ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ ഒരുപാട് ആളുകൾ വരാനുണ്ട്. കിട്ടിയ ആരാ വെളി കാണിക്കുന്നേ? കർത്താവേ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. അയ്യോ, 1 മണിക്കൂറുള്ളത് 9ാമത്തെ തവണയാണ് മറിയാമ്മ ചേട്ടത്തി വരുന്നത്. സുമിത്ര ചേട്ടി ഇവർ എത്ര അടുപ്പത്തിലായിരുന്നു? എന്നെ പറ്റിച്ച് നീണ്ടു തുറന്ന് കിടക്കുവല്ലയോ? എണീറ്റിരുന്ന ആ സ്വർണ്ണപ്പതി എവിടാ വെച്ചിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേച്ച് വീണ്ടും കിടക്കരുതോ കൊച്ചാ നിനക്ക്? മരണം എന്തൊരു ചതിയാ എന്നോട് കാട്ടിയത്. അയ്യോ.